നമുക്കിന്നൊരു സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിത് ഒരു വലിയ കുപ്പിയിൽ നല്ല കണ്ണിമാങ്ങ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിമാങ്ങയും കടലും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഉപ്പൊക്കെ അലിഞ്ഞ് മാങ്ങയിൽ പിടിച്ച് അതിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള പരുവായിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഊരാൻ വയ്ക്കാം. ഇനി വെള്ളം കളയാൻ പാടില്ല കേട്ടോ. ആ വെള്ളത്തിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് ഒരു പാൻ ചട്ടി വെച്ചിട്ടുണ്ട്. പാൻ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായ പാൻ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ നന്നായി വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ദേ നമ്മുടെ ഉലുവ തയ്യാറായിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി അതേ ചട്ടിയിലോട്ട് തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ല ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നാടൻ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി ഒന്നല്ല. അപ്പോൾ അതേ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എപ്പോഴും തീ ഓഫ് അല്ലേന്ന് ശ്രദ്ധിക്കുക. കാരണം തീ കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുളകും പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ഇതിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഉലുവ പൊടിച്ചതിന് ശേഷം നമ്മളിത് പച്ചക്കടുകാണ് കേട്ടോ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി പച്ചക്കടുകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈർപ്പമില്ലാത്തൊരു പാത്രം എടുക്കുക. അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുളക് പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് നേരത്തെ വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടുമാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം മാങ്ങയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കടുകാണ് കേട്ടോ. പച്ചക്കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ പൊടികളും നന്നായിട്ട് മാങ്ങയിലോട്ട് മിക്സ് ആവട്ടെ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ നേരത്തെ മാങ്ങയുടെ നിന്ന് ഇറങ്ങിയ വെള്ളം കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇതിപ്പോൾ ഈ പരുവത്തിലായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുറച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുമാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ കുപ്പികളിലേക്കാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ചൊരു കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ കേട് വരാതിരിക്കാനായിട്ട് ഒരു വാഴയില കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ അച്ചാറിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വയ്ക്കാം. അടുത്ത കുപ്പിയിലോട്ട് നമ്മൾ അതുപോലെ തന്നെയാണ് ആക്കുന്നത്. അടുത്ത കുപ്പി ഇതേ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കടുമാങ്ങ അച്ചാർ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ.